പല വിഷയങ്ങളിൽ CPM-ൽ കൂട്ടത്തല്ല് തുടരുകയാണ്. വീണ ജോർജിന്റെ ഭർത്താവ് ഉൾപ്പെട്ട വിവാദം CPM-ൽ തുറന്ന പോരിൽ എത്തി നിൽക്കുന്നു. പുറത്താക്കൽ നടപടി ജോസ് കെ മാണിയുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയെന്ന CPM നേതാവ് ബിനു പുളിക്കക്കണ്ടം പാലായിൽ ഫ്ലക്സുകൾ. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ ഭയക്കുന്ന ജോസ് കെ മാണി പാലായ്ക്ക് അപമാനമെന്ന പാലായിൽ ഫ്ലക്സ്. അങ്ങനെ LDF-നുള്ളിൽ CPM-നുള്ളിൽ പലതരം മുറുമുറുപ്പുകൾ. കൈപ്പട്ടൂർ ഏഴംകുളം റോഡ് നവീകരണം സംബന്ധിച്ച തർക്കം CPM-ൽ തുറന്ന പോരിലേക്ക് എത്തിയിരിക്കുകയാണ്. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ഭർത്താവ് ജോർജ് ജോസഫ് ഇടപെട്ട് റോഡിന്റെ അലൈൻമെന്റിൽ മാറ്റം വരുത്തിയെന്ന ആരോപണം ജില്ലാ കമ്മിറ്റി അംഗം തന്നെ ഉന്നയിച്ചതാണ് വിവാദത്തിന് വഴിമരുന്നിട്ടത്. റോഡ് നവീകരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്ന കൊടുമണ്ണിൽ ഓട നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഗുരുതര ആരോപണങ്ങളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഉയർന്നു വരുന്നത്. പിന്നാലെയാണ് മന്ത്രിയുടെ ഭർത്താവ് ജോർജ് ജോസഫ് ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ചും ഭീഷണിപ്പെടുത്തിയും ഓടയുടെ അലൈൻമെന്റിൽ മാറ്റം വരുത്തിയെന്ന ജില്ലാ കമ്മിറ്റി അംഗവും കൊടുമൺ പഞ്ചായത്ത് പ്രസിഡന്റുമായ KK ശ്രീധരൻ ആരോപിച്ചത്. തുടർന്ന് പണിയും നിർത്തിവയ്പ്പിച്ചു. ജോർജ് ജോസഫിന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടം സംരക്ഷിക്കാൻ അലൈൻമെന്റിൽ മാറ്റം വരുത്തിയാണ് ഓട നിർമ്മിച്ചതെന്നാണ് ആരോപണം. അതേസമയം KK ശ്രീധരനും ജോർജ് ജോസഫും പരസ്പരം ആരോപണം ഉന്നയിച്ചതോടെ CPM പ്രാദേശിക നേതൃത്വവും ജില്ലാ നേതൃത്വവും വീട്ടിലായി. വിഷയവുമായി ബന്ധപ്പെട്ട പരസ്യ പ്രതികരണം വിലക്കി CPM നേതൃത്വം KK ശ്രീധരനെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പാർട്ടിക്കുള്ളിലെ വിഭാഗീയത മറന്നേക്കി. മന്ത്രി വീണ ജോർജിനോട് കൊടുമണ്ണിലെ CPM പ്രവർത്തകർക്കും നേതാക്കൾക്കുമുള്ള കടുത്ത അഭിപ്രായ ഭിന്നത വ്യക്തമാക്കുന്നതാണ് നേതാക്കളുടെ പ്രതികരണം. ഇതിനിടയിൽ ജോസ് കെ മാണിയുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് CPM തനിക്കെതിരെ നടപടിയെടുത്തതെന്ന് ബിനു പുളിക്കക്കണ്ടം. ചില ആളുകളുടെ താൽപര്യങ്ങൾ കണക്കിലെടുത്താണ് പാർട്ടിയിൽ നിന്നും പുറത്താക്കിയ നടപടിയെന്നും ബിനു ആരോപിച്ചു. CPM തീരുമാനങ്ങളെ വിമർശിക്കില്ല. രാഷ്ട്രീയ അഭയം തേടി വന്ന ജോസ് കെ മാണിയെ സംരക്ഷിക്കേണ്ട ബാധ്യത CPM-നുണ്ട്. പാർട്ടിയുടെ വെറും ബ്രാഞ്ച് അംഗത്ത് വേണോ, ഒരു രാഷ്ട്രീയ പാർട്ടിയുള്ള ജോസ് കെ മാണിയോ വേണോ എന്ന് പാർട്ടിക്ക് തോന്നിയിട്ടുണ്ടാകും. പ്രാദേശിക CPM പ്രവർത്തകർക്ക് തീരുമാനത്തിൽ അതൃപ്തിയുണ്ട്. വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ വിളിച്ച് സംസാരിച്ചു. രാഷ്ട്രീയ തീരുമാനം ഉടനില്ലെന്നും ബിനു പുളിക്കക്കണ്ടം പറഞ്ഞു. ഇതിനെതിരെ പാലായിൽ ജോസ് കെ മാണിക്കെതിരെ ഫ്ലക്സ് ബോർഡുകൾ നിറഞ്ഞിട്ടുണ്ട്. പാലാ പൗരാവലിയുടെ പേരിലാണ് നഗരത്തിന്റെ പലയിടത്തും ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ ഭയക്കുന്ന ജോസ് കെ മാണി നാടിന് അപമാനം, ബിനു പുളിക്കക്കണ്ടത്തിന് അഭിവാദ്യങ്ങൾ എന്നാണ് ഫ്ലക്സിലുള്ളത്. പാർട്ടി അച്ചടക്കം ലംഘിച്ചതിന്റെയും ഇടതുപക്ഷ വിരുദ്ധ സമീപനത്തിന്റെയും പേരിലാണ് ബിനുവിനെതിരായ നടപടിയെന്ന് CPM പാല ഏരിയ കമ്മിറ്റി സെക്രട്ടറി PM ജോസ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. നേരത്തെ കേരള കോൺഗ്രസ് നേതാവ് ജോസ് കെ മാണിക്ക് രാജ്യസഭാ സീറ്റ് നൽകിയതിനെതിരെ ബിനു പുളിക്കക്കണ്ടം പരസ്യ വിമർശനം ഉന്നയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് അദ്ദേഹത്തിനെതിരെ പാർട്ടി കടുത്ത നടപടിയെടുത്തത്. നേരത്തെ വൻ വിവാദമായ ആപ്പിൾ എയർപാഡ് മോഷണത്തിൽ ബിനു പുളിക്കക്കണ്ടത്തിന്റെ പേര് വാർത്തകളിൽ നിറഞ്ഞിരുന്നു. പാലാ നഗരസഭയിലെ കേരള കോൺഗ്രസ് കൗൺസിലർ ജോസ് ചീരാങ്കുടിയുടെ എയർപാഡാണ് മോഷണം പോയത്. ആഴ്ചകൾക്ക് മുൻപ് ഈ എയർപാഡ് മാഞ്ചസ്റ്ററിൽ ജോലി ചെയ്യുന്ന പാലാ സ്വദേശിനിയായ യുവതി പോലീസിന് നൽകുകയായിരുന്നു. പിന്നാലെ ബിനുവിനെ പ്രതിയാക്കി പാലാ പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല CPM-നുള്ളിൽ പലവിധ ചോദ്യങ്ങൾ ഉയർന്നു വന്നിരിക്കുന്ന സമയമാണ്. സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്കെതിരെയുള്ള അതിശക്തമായ വികാരമാണ് തെരഞ്ഞെടുപ്പിലെ വൻ തോൽവിക്ക് കാരണമായതെന്ന CPM ജില്ലാ കമ്മിറ്റിയുടെ പ്രാഥമിക വിലയിരുത്തലും ചർച്ചയായിട്ടുണ്ട്. എറണാകുളത്തും വലിയ ചർച്ചകൾ നടക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ മീഡിയ മാനേജ്മെന്റ് തിരുത്തണമെന്നും യോഗത്തിൽ ആവശ്യമുയർന്നിരുന്നു. ക്ഷേമ പെൻഷനുകൾ വിതരണം ചെയ്യാതിരുന്നത് സാധാരണക്കാർക്കിടയിൽ സർക്കാരിനോടുള്ള വിരോധത്തിനിടയാക്കി. LDF-ന് ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ വോട്ട് പലയിടത്തും കിട്ടി. പാർട്ടിക്ക് ലഭിക്കേണ്ട വോട്ടുകളും ലഭിച്ചിരുന്ന വോട്ടുകളും ചോർന്നുവെന്ന് വ്യക്തമായിരിക്കുകയാണ്. സർക്കാരിന്റെ പ്രവർത്തനങ്ങളോട് വിയോജിപ്പുള്ളവർ മറച്ചു വോട്ട് ചെയ്യുകയോ വോട്ട് ചെയ്യാതിരിക്കുകയോ ഉണ്ടായി. ഇത് പരിശോധിക്കണം. മുസ്ലിം സമുദായ വോട്ടുകളിലാണ് കൂടുതൽ ചോർച്ച. ഇതിന് ദേശീയ രാഷ്ട്രീയത്തിലെ പ്രത്യേക സാഹചര്യം കാരണമായിട്ടുണ്ട്. ഈഴവ വിഭാഗത്തിലെ വോട്ട് ചോർച്ച ഗൗരവമായി പരിശോധിക്കണം. ക്രിസ്ത്യൻ വോട്ടുകളിൽ പാർട്ടിക്ക് പണ്ടും കാര്യമായ നേട്ടം ഉണ്ടായിട്ടില്ല. എറണാകുളം നിയമസഭാ മണ്ഡലത്തിൽ LDF-ഉം BJP-യും തമ്മിലെ വോട്ട് വ്യത്യാസം 2000 ആയത് ഗൗരവമായി കാണണമെന്നും അംഗങ്ങൾ പറഞ്ഞു. സാമൂഹ്യക്ഷേമ പെൻഷനും സർക്കാർ ജീവനക്കാരുടെ DA കുടിശ്ശികയായതും തെരഞ്ഞെടുപ്പിൽ ബാധിച്ചുവെന്ന കടകംപള്ളി സുരേന്ദ്രൻ MLA-യും വിമർശിച്ചിരുന്നു. മാത്രമല്ല CPM-നെതിരെ പ്രതിഷേധം പുകയുന്നതിന്റെ മറ്റൊരു ഉദാഹരണമായി മാറിയിരിക്കുകയാണ് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ടുള്ള CPM നേതാവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. അതിരപ്പള്ളി ലോക്കൽ കമ്മിറ്റി അംഗവും DYFI നേതാവുമായ KS സുനിൽകുമാർ സമൂഹ മാധ്യമത്തിലൂടെ മന്ത്രിക്കെതിരെ പരസ്യമായി രംഗത്തെത്തിയിരുന്നു. നേതൃത്വം ഇടപെട്ട് മന്ത്രിക്കെതിരെയുള്ള പോസ്റ്റ് പിൻവലിച്ചെങ്കിലും ചോദ്യങ്ങൾ അവസാനിക്കുന്നേയില്ല. സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കേരളം കടന്നു പോകുമ്പോഴാണ് മറ്റു ചില വാർത്തകൾ കൂടി മാധ്യമങ്ങൾ ചർച്ചയാക്കുന്നത്. ലോക കേരള സഭയ്ക്ക് AN ഷംസീർ വക 35 ലക്ഷം നിയമസഭാ ഫണ്ട് വകമാറ്റുന്നത് ചരിത്രത്തിൽ ആദ്യമെന്നുള്ള ആക്ഷേപങ്ങളുമായി ചില മാധ്യമങ്ങൾ രംഗത്ത് വന്നിരിക്കുകയാണ്. ലോക കേരള സഭയ്ക്ക് നോർക്ക വഴി 3 കോടി രൂപ അനുവദിച്ചിരുന്നു. 4ാമത് ലോക കേരള സഭയ്ക്ക് സ്പീക്കർ AN ഷംസീർ വക
35 ലക്ഷം രൂപ അനുവദിച്ചു. സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമാണ് നിയമസഭാ ഫണ്ട് വകമാറ്റുന്നത് എന്നാണ് ആക്ഷേപം. ലോക കേരള സഭ നടക്കുന്ന നിയമസഭയിലെ അടിസ്ഥാന സൗകര്യങ്ങൾക്കായാണ് 35 ലക്ഷം രൂപ അനുവദിച്ചത്. മുൻകാലങ്ങളിൽ ലോക കേരള സഭയുടെ മുഴുവൻ ചെലവും വഹിച്ചത് നോർക്ക വകുപ്പാണ്. നിയമസഭയ്ക്ക് അനുവദിച്ച ബജറ്റ് വിഹിതത്തിൽ നിന്ന് സ്പീക്കർമാരായിരുന്ന ശ്രീരാമകൃഷ്ണനോ MP രാജേഷോ തുക വകമാറ്റിയിരുന്നില്ല. അസാധാരണ നടപടിയാണ് ഷംസീറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എന്നാണ് ആക്ഷേപം. അവിടെ കൊണ്ടും തീർന്നില്ല. മന്ത്രി ബിന്ദുവിന്റെ മകന്റെ ചികിത്സയ്ക്ക് പണം അനുവദിച്ചു എന്നുള്ള വാർത്തകളുമുണ്ട്. അപേക്ഷ നൽകിയിട്ടും പണം ലഭിച്ചത് 14 മാസം കഴിഞ്ഞ്. കെട്ടിക്കിടക്കുന്ന 3 ലക്ഷം ഫയലുകളിൽ മന്ത്രിമാരുടേതുമുണ്ട്. ഓരോ ഫയലിലും ഓരോ ജീവിതം ഉറങ്ങുന്നു എന്ന് പറയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതൊന്നും കാണുന്നില്ലേ എന്നാണ് പുതിയ ചോദ്യം. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിന്റെ മകന്റെ ചികിത്സയ്ക്ക് ചെലവായ തുക അനുവദിച്ചു. 38,372 രൂപയാണ് അനുവദിച്ചത്. മന്ത്രിക്കും കുടുംബത്തിനും ചികിത്സാ ചെലവ് സർക്കാരിൽ നിന്നും നൽകാമെന്നാണ് ചട്ടം. ഏതായാലും ഏപ്രിൽ 19 ചികിത്സയ്ക്ക് ചെലവായ പണം നൽകണമെന്ന് ഡോക്ടർ ബിന്ദു മുഖ്യമന്ത്രിക്ക് അപേക്ഷ നൽകിയത്. പണം അനുവദിച്ച് ഉത്തരവിറങ്ങിയത് ഈ മാസം 11. ഒരു മന്ത്രിക്ക് പോലും ചികിത്സാ ചെലവിന് പണം കിട്ടാൻ 14 മാസം കാത്തിരിക്കേണ്ടി വന്നു. ഭരണസിരാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റിൽ ഫയലുകൾ ഉറങ്ങുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത് എന്ന ആക്ഷേപവുമായി മാധ്യമങ്ങൾ രംഗത്ത് വന്നിട്ടുണ്ട്. 3 ലക്ഷം ഫയലുകളാണ് സെക്രട്ടേറിയറ്റിൽ കെട്ടിക്കിടക്കുന്നതെന്ന് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം നിയമസഭയിൽ വ്യക്തമാക്കിയിരുന്നു. അതിൽ മന്ത്രി ബിന്ദുവിന്റേതുൾപ്പെടെയുള്ള മന്ത്രിസഭാ അംഗങ്ങളുടേതുമുണ്ടെന്ന് വ്യക്തം. മുഖ്യമന്ത്രി പിണറായി വിജയന് അടുത്ത വൻ കുരുക്ക്. തെരഞ്ഞെടുപ്പിന് പണം നൽകാത്തവരുടെ പേരിൽ കേസെടുത്തെന്ന ബാർ ഉടമകൾ. മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതി പുറത്തായിരിക്കുകയാണ്. മദ്യനയത്തിൽ ഇളവുകൾക്കായി പണപ്പിരിവ് നടത്തുന്നുവെന്ന ശബ്ദരേഖ പുറത്തുവരുന്നതിന് മുൻപ് തന്നെ ഇത് സംബന്ധിച്ച പരാതി മുഖ്യമന്ത്രിക്ക് ലഭിച്ചിരുന്നുവെന്നതിന് തെളിവുകൾ പുറത്ത്. മുഖ്യമന്ത്രിയുടെയും പാർട്ടിയുടെയും എക്സൈസ് ടൂറിസം മന്ത്രിമാരുടെയും പേര് പറഞ്ഞ ബാർ ഉടമ സംഘടനയായ ഫെഡറേഷൻ ഓഫ് കേരള ഹോട്ടൽ അസോസിയേഷൻ ഭീഷണിപ്പെടുത്തി പിരിവ് നടത്തുകയാണെന്ന് ജില്ലാ ഘടകങ്ങളിലെ അംഗങ്ങളാണ് ഏപ്രിൽ 12 പരാതി നൽകിയിരുന്നത്. ജില്ലാ ഘടകങ്ങളിലെ അംഗങ്ങളാണ് ഏപ്രിൽ 12 പരാതി നൽകിയിരിക്കുന്നത്. പരാതി മുഖ്യമന്ത്രി എക്സൈസ് കമ്മീഷണറുടെ അന്വേഷണത്തിന് വിട്ടു. എന്നാൽ 2 മാസത്തിന് ശേഷം കഴിഞ്ഞ ദിവസമാണ് കമ്മീഷണർ ബാർ ഉടമകളോട് ഇത് സംബന്ധിച്ച് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അറിയിക്കണമെന്ന് ആവശ്യപ്പെട്ടത്. മുഖ്യമന്ത്രിയുടെയും മറ്റും പേര് പറഞ്ഞ് പണപ്പിരിവ് നടക്കുന്നുവെന്ന പരാതി ലഭിച്ചാൽ ദ്രുതഗതിയിൽ നടപടി സ്വീകരിക്കുകയാണ് സ്വാഭാവിക നടപടി. ഇപ്പോഴത്തെ വൈകൽ അസ്വാഭാവികമാണ്. ഓരോ ബാറുകാരും പിരിവ് നൽകണമെന്ന് മെയ് 23 എറണാകുളത്ത് ചേർന്ന സംഘടനയുടെ യോഗത്തിലാണ് കർശന നിർദ്ദേശം വരുന്നത്. യോഗം കഴിഞ്ഞ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അനിമോൻ സംഘടനാ അംഗങ്ങൾക്ക് അയച്ച ശബ്ദ സന്ദേശം 24 പ്രമുഖ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. 1-ാം തീയതിയിലെ മദ്യനിരോധനം ഒഴിവാക്കുക, ബാറുകളുടെ പ്രവർത്തന സമയം കൂട്ടുക, എക്സൈസ് പരിശോധനകൾ കുറയ്ക്കുക തുടങ്ങിയ ആവശ്യങ്ങൾക്ക് മദ്യനയത്തിലൂടെ ഇളവുകൾ ലഭിക്കുന്നതിന് 2.5 ലക്ഷം രൂപ വീതം നൽകണമെന്നായിരുന്നു ശബ്ദ സന്ദേശം. ഏതായാലും ബാറുകളിലെ പണപ്പിരിവ് മുഖ്യമന്ത്രിയും ഓഫീസും അറിഞ്ഞിരുന്നുവെന്ന് വ്യക്തമാക്കുന്ന രേഖകൾ പുറത്തു വന്നതോടെ CPM വീണ്ടും വെട്ടിലായിരിക്കുകയാണ്. മുഖ്യമന്ത്രി എക്സൈസ് ടൂറിസം മന്ത്രിമാരുടെ നിർദ്ദേശമെന്ന പേരിൽ നിർബന്ധിത പിരിവെന്ന് ചൂണ്ടിക്കാട്ടി ഒരു വിഭാഗം ബാർ ഉടമകൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ് പരാതി നൽകിയത്. ഇക്കഴിഞ്ഞ ഏപ്രിൽ 20 നൽകിയ പരാതി മുഖ്യമന്ത്രിയുടെ ഓഫീസ് എക്സൈസ് വിജിലൻസിന് കൈമാറുകയും ചെയ്തു. ഏതായാലും പരാതിയുടെ പകർപ്പ് പ്രമുഖ മാധ്യമങ്ങൾ പുറത്തുവിടുകയാണ്. ആവശ്യപ്പെടുന്ന പണം ഓഫീസ് മന്ദിരം പണിയാനല്ലെന്നും അതിനായി തൊട്ടുമുൻപ് 1 ലക്ഷം വീതം വാങ്ങിയിരുന്നുവെന്നും പരാതിയിൽ വ്യക്തമാക്കുന്നു. നേരത്തെ ശബ്ദരേഖ പുറത്തു വന്നപ്പോൾ പണം വാങ്ങുന്നത് ഓഫീസ് മന്ദിരത്തിനാണെന്നായിരുന്നു ബാർ അസോസിയേഷന്റെ വാദം. പണം പിരിക്കുന്നത് പ്രസിഡന്റ് V സുനിൽകുമാറും ട്രഷറർ ബിനോയും ചേർന്നാണ്. ബാർ ഉടമകളിൽ നിന്നും പണം പിരിക്കുകയും സർക്കാരിൽ നിന്നും കിട്ടിയ പദവികൾ ഇവർ രണ്ടുപേരും സ്വന്തമാക്കുകയും ചെയ്തു. ഇനിയും പണപ്പിരിവ് തുടർന്നാൽ തളർന്നു പോകുമെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഏപ്രിൽ 20 പരാതി നൽകിയത്. ഈ പരാതി എക്സൈസ് വിജിലൻസിന് കൈമാറി. എന്നാൽ അന്വേഷണ പുരോഗതിയില്ലാതെയായി. അന്വേഷണം തുടങ്ങിയത് പണപ്പിരിവിലെ ശബ്ദരേഖ പുറത്തു വന്നതിന് ശേഷം മാത്രമാണ്. പകർപ്പ് കൂടി വന്നതോടെ എന്തിനായിരുന്നു 2 ലക്ഷം പിരിവെന്ന് പിരിച്ചവർ വ്യക്തമാക്കേണ്ടി വരും. മാത്രമല്ല എക്സൈസ് വിജിലൻസിനും ഒരു കൂട്ടം പരാതികളാണ് പണപ്പിരിവിൽ ലഭിച്ചത്. ഇതോടെ വിവാദം കൂടുതൽ ശക്തമാകും.